2013 നിയമസഭാ കയ്യാങ്കളി കേസിൽ വനിതാ LDF MLA-മാരെ കയ്യേറ്റം ചെയ്തുവെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. 4 UDF MLA-മാരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സെയ്ഫ്, എന്താണ് കോടതി പറഞ്ഞത്? നിയമസഭയുടെ ചരിത്രത്തിലെ അസാധാരണമായ സംഭവമായിരുന്നു KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളി. ബജറ്റ് അവതരിപ്പിക്കാൻ KM മാണി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണി വലിയ പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്തും പുറത്തുമെല്ലാം സംഘടിപ്പിക്കുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചേരുകയും നിയമസഭയിലെ കസേരയടക്കം സ്പീക്കറുടെ കസേരയടക്കം വലിച്ച് പുറത്തിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ പേരിൽ ആദ്യം ഒരു കേസ് ഇടത് MLA-മാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. EP ജയരാജൻ, V ശിവൻകുട്ടി അടക്കമുള്ളവർക്കെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. KT ജലീൽ അടക്കമുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് ബദലായി ഇടത് മുന്നണി ഒരു പരാതി പോലീസിൽ കൊടുക്കുകയും ഇടത് വനിതാ MLA-മാരെ UDF-ന്റെ MLA-മാർ കടന്നാക്രമിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതിയിൽ പറഞ്ഞത്. അതിന്റെ പേരിൽ 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ശിവദാസൻ നായർ, അതുപോലെ തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ്, ഈ 4 MLA-മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെതിരെ ഈ MLA-മാർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും 3 പേരുടെ കേസ് നേരത്തെ തന്നെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ആരുടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഒന്ന് ശിവദാസൻ നായർ, അതുപോലെ തന്നെ AT ജോർജ്, ഡൊമിനിക് പ്രസന്റേഷൻ, ഈ 3 പേരുടെയും കേസ് റദ്ദാക്കുകയും പിന്നീട് AT ജോർജിന്റെ കേസ് ഇന്നാണ് റദ്ദാക്കുന്നത്. അങ്ങനെ നേരത്തെ 3 MLA-മാരുടെ കേസ് റദ്ദാക്കുകയും ഇന്ന് 4ാമത്തെ MLA-യുടെ കേസ് റദ്ദാക്കുകയും ചെയ്തതോടുകൂടി വനിതാ MLA-മാരെ ആക്രമിച്ചു എന്നുള്ള കേസുകൾ അത് പൂർണ്ണതോതിൽ ഇല്ലാതായിട്ടുണ്ട്. ഇനി നിയമസഭാ കയ്യാങ്കളിയിലുള്ള ഒറ്റ കേസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അത് ഇടത് MLA-മാർ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസാണ്. ആ കേസിന്റെ വിചാരണ ഉടനടി തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും LDF-ന് വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. 4 UDF MLA-മാർക്കെതിരെ എടുത്ത കേസുകൾ എല്ലാം ഹൈക്കോടതി ഇതോടുകൂടി റദ്ദാക്കിയിരിക്കുന്നു. നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് 4 UDF MLA-മാർക്കെതിരെ എടുത്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സെയ്ഫ് വിവരങ്ങൾ നൽകിയത്.